കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും ചർച്ചയാകുന്നു. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു ബിജെപി നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിലായിരുന്നു സിൽവർ ലൈനിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശം. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി. A semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെ: സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നു. ചില കാര്യങ്ങളിൽ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷമെന്നും മന്ത്രി. It's a project under consideration. We have been in dialogue with the state for a long time. That's what I said. But the project will be coming up, but some queries are there. Railways has raised some queries once we sort out all of that. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ബിജെപി സംസ്ഥാന നേതൃത്വം. പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോട് ബിജെപി നേതാവ് വി മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു. പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്താവില്ല. സിൽവർ ലൈൻ പദ്ധതിയിൽ സമവായത്തിനായി കേരളയിലും റെയിൽവേയുമായി നേരത്തെ നടന്ന ചർച്ചയിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഗേജ്, വേഗം എന്നിവ സംബന്ധിച്ചാണ് അനിശ്ചിതത്വം. 24 കൊച്ചി.